ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് അവക്കുട്ടൻ്റെ സ്കൂളിലേക്ക് പോകാം. ഇന്ന് അവിടെ സ്കൂൾ ഡേ സെലിബ്രേഷൻസ് ആണ്. അപ്പോൾ അവൻ ഇത്തിരി നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനും കൂടെ നേരത്തെ പോയി അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഞാൻ വന്ന സമയത്തോട് ഒരു ഈച്ച പോലും വന്നിട്ടില്ല. കണ്ടോ, ഒഴിഞ്ഞു കിടക്കുന്ന കസേരയും പിന്നെ പറന്ന് പോകുന്ന ഡ്രോണും മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രോണിനെ നോക്കി കുറേ നേരം ഇരുന്ന് ഞാൻ ആസ്വദിച്ചവിടിരുന്ന് അതിൻ്റെ കറക്കമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നല്ല ബട്ടർഫ്ലൈ കുഞ്ഞുങ്ങളെ പോലെ പോകുന്നുണ്ടോ. ദൂരെ നോക്കുമ്പോൾ ശരിക്കും പൂമ്പാറ്റകളല്ലേ അവർ. എത്ര സന്തോഷമുള്ള, എത്ര അടിപൊളി കാലമാണ് അവരുടേത് അല്ലേ ഈ സമയം. അതിപ്പോൾ നമുക്കാണെങ്കിലും ആ സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത് കുറച്ചൊക്കെ പ്രായമായി കഴിയുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ ചീഫ് ഗസ്റ്റ് വരുന്നുണ്ട്. ചീഫ് ഗസ്റ്റ് നമ്മുടെ സിനിമ സീരിയൽ നടൻ വിവേക് ഓബനാണ്. നമ്മുടെ പരസ്പരത്തിലെ എന്തായിരുന്നു സൂര്യചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ സ്കൂളിലെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. Our esteemed guest. Now, let us put our hands together for Mr. Vivek Goban. Sir, please. ആലോചിക്കാറുണ്ട് നമ്മൾ പഠിച്ച കാലങ്ങൾ, സ്കൂളിലേക്ക് വന്നപ്പോഴൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാലങ്ങളും സ്കൂളിലുണ്ടായിരുന്ന സമയങ്ങളിലുമൊക്കെ ഒരു ഗ്ലിംസ് പോലെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. കാരണം നമ്മൾ അന്നത്തെ കാലമല്ല ഇന്നിപ്പം. അന്നൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിൽ അടി കിട്ടുമായിരുന്നു. കൂടുതലും ഈ ഹോംവർക്ക് ചെയ്യാത്തതിനുള്ളതാണ്. അന്നൊക്കെ അടിക്കും, സാറുമാർ നല്ല അടി തരും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഞാനിപ്പോൾ എൻ്റെ മോനും സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവൻ 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ ഇന്നിപ്പോൾ രാവിലെ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന അവിടെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ഒരു അക്രമങ്ങൾ മോൻ കാണിക്കുവാണെങ്കിൽ ടീച്ചർ നല്ല അടിയോ എന്താണെന്ന് വെച്ചാൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാൻ പറയുമ്പോഴത്തേക്കൊക്കെ ടീച്ചർ അതിന് പാടില്ല എന്ന് എന്നെ തൊഴുതാണ് കാണിക്കുന്നത്. കാരണം ഇന്നിപ്പം പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ കേസ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ശരിക്കും എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ലൈഫിലൂടെയാണ് നമ്മളെല്ലാം ഇന്നിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ തൊടാൻ ആരുമില്ല. വീട്ടിൽ ചെന്നാൽ ചെറിയ ശകാരങ്ങളും വഴക്കുകളും അടികളും നുള്ളുമൊക്കെ അച്ഛൻ്റെന്നോ അമ്മയുടെന്നോ കിട്ടുന്നതല്ലാണ്ട് ബാക്കി എവിടെ പോയാലും നമ്മൾ ഭയങ്കര റോയൽ ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും നല്ല ഒരു ടൈം പീരീഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.